ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് നാം എല്ലാം വായിച്ചിട്ടുള്ള ഒരു വേദഭാഗത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ്. നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അറിയാമല്ലോ, മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. എന്ത് ലഭിക്കണമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. അതാണ് അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. എങ്കിലും ധാരാളം കാര്യങ്ങൾ അതിലൂടെ പറയുന്നുണ്ട്. നമ്മൾ ഈ സുവിശേഷ ഭാഗങ്ങളിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും നറേറ്റ് ചെയ്താണ് പറയുന്നത്, അല്ലെങ്കിൽ വിശദീകരിച്ചാണ് പറയുന്നത്. അങ്ങനെ വിശദീകരിച്ച് പറയുന്നത് തന്നെ എന്തിനാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഓരോ വാക്യങ്ങളിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ സുവിശേഷ ഭാഗങ്ങളിൽ ഏതാണ്ട് 37 സംഭവങ്ങളാണ് പറയുന്നത്. അതുപോലെ 33 പ്രബോധനങ്ങളുണ്ട്. ഏതാണ്ട് 20ഓളം ഉപമകളുണ്ട്. 21ഓളം അത്ഭുതങ്ങൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഈ അത്ഭുതങ്ങളുടെ കൂട്ടത്തിലാണ് ഈ ലാസറിനെ ഉയർപ്പിക്കുന്നതും ഒക്കെ ഉള്ളത്. അപ്പം ഓരോ കാര്യങ്ങളിലും ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ പഠനത്തെക്കുറിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും വിശദീകരിച്ച് സുവിശേഷകർ പറഞ്ഞിരിക്കുന്നത്. അതിലെ ഒരു സംഭവത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ ആഴത്തിലൊന്ന് പഠിക്കേണ്ടത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സംഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും, എല്ലാ കാര്യങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുടെ ജീവിത നിലവാരം പറയുന്നുണ്ട്. അത് ദൈവം ഒരാളുടെ യോഗ്യത നിശ്ചയിക്കുന്നത്, നമ്മൾ പറഞ്ഞില്ലേ ഒരു യോഗ്യത വേണമെന്ന്, ഈ യോഗ്യത നിശ്ചയിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിത നിലവാരം വിലയിരുത്തിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നീ ഇത് ഞാൻ അധികമായിട്ടിത് ചിന്തിച്ചു. അതുപോലെ തന്നെ ആ ചിന്തിച്ചപ്പോഴാണ് ഇതൊന്ന് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നിയത്. നാം എപ്പോഴാണ് കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ വരുന്നത്? എപ്പോഴാണ് നമ്മൾ ആ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോകുന്നത്? ഇതൊന്നും ചിലപ്പോൾ നമുക്കറിയില്ല. എന്നാലും നമ്മൾ സാധാരണ ഒരു വാചകം കേട്ടിട്ടില്ലേ, ഇഗ്നറൻസ് ക്രിയേറ്റ് ഓൾ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്ന്. കർത്താവിൻ്റെ കൃപയുടെ യോഗ്യതാ ലിസ്റ്റ് ആയിരിക്കാൻ വേണ്ടി, ആ ലിസ്റ്റിലായിരിക്കാൻ വേണ്ടി ഈ ദൈവവചനത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അപ്പോൾ ഈ സംഭവത്തിൽ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. വിശുദ്ധ ലൂക്കോസ് 7:1 മുതൽ 10 വരെയുള്ളിടത്ത് പറയുന്നത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ കാലത്തെ ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ യേശു കവർന്നഹൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ശതാധിപൻ്റെ പ്രിയപ്പെട്ട ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായി കിടക്കുന്നു. ശതാധിപൻ തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് യഹൂദ മൂപ്പന്മാരെ യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ഇതാണ് സംഭവം. അപ്പോൾ അവരാണ് പറയുന്നത്, നീ അത് ചെയ്തു കൊടുക്കാൻ ആ ദാസൻ യോഗ്യനാണ് എന്ന്, അല്ലെങ്കിൽ അവൻ യോഗ്യൻ അവൻ യോഗ്യൻ എന്ന് പറയുന്നത് ആ ദാസനെക്കുറിച്ചല്ല യഥാർത്ഥത്തിൽ പറയുന്നത്, ആ ശതാധിപനെക്കുറിച്ചാണ് പറയുന്നത്. ആരാണ് യോഗ്യനെന്ന് പറഞ്ഞാൽ ശതാധിപൻ തന്നെയാണ്. ആ ദാസൻ്റെ കാര്യം അവർ മിണ്ടുന്നേ ഇല്ലല്ലോ. അപ്പോൾ ശതാധിപൻ തന്നെയാണ് യോഗ്യനെന്ന് പറയുന്നത്. നാം ചിന്തിക്കണം, നാം യോഗ്യരായാൽ നമ്മുടെ കൂടെയുള്ള പലരും ദൈവത്തിൻ്റെ അതിൻ്റെ ഗുണം അനുഭവിക്കും. അപ്പോൾ യോഗ്യത കൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മളെ സ്നേഹിക്കുന്നവർക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക് എല്ലാം എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകും. അപ്പോൾ ഈ യഹൂദ മൂപ്പന്മാർ യേശുവിനോട് പറയുന്നത് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, നിനക്ക് യേശുവേ, നിനക്കിത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പറയുന്ന അതിന് അവൻ യോഗ്യനുമാണ്. രണ്ടു കൂട്ടം കാര്യങ്ങൾ ഉറപ്പാണ്. നിനക്കിത് ചെയ്യാനും പറ്റും, അവൻ യോഗ്യനുമാണ്. ഇനി അടുത്തത് പറയുന്നുണ്ട്, അതുകൊണ്ട് എന്തുകൊണ്ട് അവൻ യോഗ്യൻ എന്നതിൻ്റെ കാരണം പറയുന്നുണ്ട്. മൂപ്പന്മാർക്ക് കിട്ടിയ രണ്ടു കൂട്ടം കാര്യങ്ങളേ ഉള്ളൂ. അതാണോ അയാളെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അവൻ യോഗ്യൻ എന്ന് പറയാൻ കാരണമെന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജനത്തെ അവൻ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ദേവാലയം അവൻ പണിഞ്ഞു തന്നിട്ടുണ്ട്. ഈ രണ്ടുമാണ് അവർ യോഗ്യതയെന്ന് കാണുന്നത്. അപ്പം അതിൽ കൂടെ നമുക്ക് മനസ്സിലാകാം, നമ്മുടെ ജനത്തെ അവൻ അധികമായിട്ട് സ്നേഹിക്കുന്ന മനുഷ്യനാണ്. സ്നേഹമെന്നുള്ളൊരു വികാരമുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ നമ്മൾ പള്ളി തീർത്ത് തരുമ്പോൾ അയാൾക്ക് പ്രാർത്ഥനയ്ക്ക് വളരെ ഏറെ ഇഷ്ടമുള്ള മനുഷ്യനാണ്. അല്ലെങ്കിൽ കർത്താവിനോട് നാം പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന നമ്മുടെ ചിട്ടയുള്ളതാവണം എന്നുള്ളതാണല്ലോ. അദ്ദേഹം അതും ഈ രണ്ടു കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത്, അതാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്നവർ പറയുന്നത്. സഹജീവികളോടുള്ള ആത്മാർത്ഥ സ്നേഹമാണ് കർത്താവ് എല്ലായിടത്തും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസമായ പ്രാർത്ഥനയും എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ. അപ്പം രണ്ട് കാര്യം പറയും. ദൈവം ക്ഷമിക്കാത്ത ഇത് രണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് സഹജീവികളോടുള്ള സ്നേഹക്കുറവും, രണ്ടാമത്തത് വിശ്വസ്തയില്ലാത്ത പ്രാർത്ഥനയും. എന്ന് പറഞ്ഞാൽ
കാപട്യം നിറഞ്ഞ സ്നേഹവും ആത്മാർത്ഥതയില്ലാത്ത പ്രാർത്ഥനയും. എന്നാൽ ശതാധിപൻ പറയുന്നത് കേൾക്കണം. ആ മനുഷ്യനെയാണ് നമ്മൾ യോഗ്യനെന്ന് അന്നേരമാണ് നമുക്ക് അംഗീകരിക്കാൻ കൂടുതലായിട്ട് തോന്നുന്നത്. എൻ്റെ പുരയ്ക്കകത്ത് കയറാനുള്ള യോഗ്യത, കർത്താവിൻ്റെ പുരയ്ക്കകത്ത് കയറാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്ന ഒരു ശതാധിപൻ, സൈനിക മേധാവിയുടെ ഒരു ശതാധിപൻ്റെ വീടാണ്. ആ വീട് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ഒരു വീടല്ല. അദ്ദേഹം അതിൻ്റെ എടുത്തു പറയുന്നുണ്ട്, ആ യോഗ്യതയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഞാൻ അവിടെ ഉള്ളത് കൊണ്ടാണ് എൻ്റെ വീട് യോഗ്യതയില്ലാതെ ആകുന്നത് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. എന്ന് പറഞ്ഞാൽ ഒരു ശതാധിപൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ആ ഭവനത്തിൽ ഒരുപാട് ആർഭാടങ്ങളുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ഒരു സൈന്യാധിപൻ്റേത് തന്നെയാണ്. വില്ലാളി വീരനാണ് സൈന്യാധിപൻ. അതുപോലെ തന്നെ എവിടെയും ജയിച്ചേ മതിയാകൂ, ഇതാണ് സൈന്യാധിപൻ. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ യോഗ്യതക്കുറവ് ഇതിനകത്തുണ്ട്, എൻ്റെ ഭവനത്തിൽ എൻ്റെ യോഗ്യതക്കുറവുണ്ട്. അതുകൊണ്ട് ഒരു 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 പ്രതിവിധിയും പറയുന്നുണ്ട്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സുഖമാകും. അപ്പം എത്ര ആർഭാടവും സമ്പന്നതയുമുള്ള ഭവനമാണ് എങ്കിലും എൻ്റെ യോഗ്യതക്കുറവ് ഞാൻ മനസ്സിലാക്കിയുകൊണ്ട്, കർത്താവെ നീ ഒരു വാക്ക് പറഞ്ഞാൽ, അപ്പോൾ ആ വാക്ക് പറഞ്ഞാൽ എന്ന് പറയുന്നതിനകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസമുണ്ട്. യേശു കർത്താവിന് അത് കഴിയും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പം ഒരിക്കലും ഒരു സെലിബ്രിറ്റി പറയുന്നത് കേട്ടു, ഞാൻ വിദേശ രാജ്യങ്ങളിലെല്ലാം പോകുമ്പോൾ അവിടെയൊക്കെയുള്ള നല്ല മനോഹരമായ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ട് ഞാൻ വരാറുണ്ട് എൻ്റെ വീടിനകത്ത് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനെ വീടൊക്കെ ഒരുക്കി വെച്ച് മോടി പിടിപ്പിച്ചെന്ന് വിചാരിച്ചൊരിക്കലും കർത്താവ് കയറുന്ന ഭവനം ആയിരിക്കത്തില്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ വീടിനകത്തുള്ള വ്യക്തികളുടെ ജീവിത നിലവാരമാണ് കർത്താവ് ആ ഭവനത്തിൽ കയറണോ എന്നുള്ളത് നമ്മൾ അറിയണം. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണം? നമുക്ക് വിശ്വാസം വേണം, കർത്താവിൽ പൂർണ്ണമായ വിശ്വാസം വേണം, കരുതൽ വേണം, പ്രാർത്ഥനാ ജീവിതം വേണം, ശ്രേഷ്ഠമായ സംഭാഷണ ശൈലി വേണം, പരസ്പര സ്നേഹം വേണം, പരസ്പര പങ്കുവയ്ക്കൽ വേണം, അതുപോലെ കരുണ, ക്ഷമ, വിട്ടുവീഴ്ച, താഴ്മ, ദയെല്ലാം അവിടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അപ്പോൾ മാത്രമേ കർത്താവിന് നമ്മുടെ ഭവനത്തിലേക്ക് കയറി വരുവാൻ തോന്നുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭവനമായി തീരുകയുള്ളൂ. ശതാധിപനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ദാസനോടുള്ള ദയ, സ്നേഹം, കരുണ എല്ലാം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ദൈവത്തോടുള്ള വിശ്വസ്തയും പ്രാർത്ഥനയും അദ്ദേഹത്തിനുണ്ട്. ആ യോഗ്യത കർത്താവ് കണ്ടു. എന്തായാലും നമുക്കറിയാമല്ലോ, അദ്ദേഹം ആ യോഗ്യതാ ലിസ്റ്റിൽ കയറുന്നു, ശതാധിപന് സുഖം പ്രാപിക്കുക. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോളട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 20:3 പറയുന്നു, പത്രോസ് മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കലെത്തി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കലെത്തി, അകത്ത് കടന്നില്ല താനും. എന്തുകൊണ്ട് അകത്ത് കടന്നില്ല? ആ സംഭവം നമുക്കറിയാം. യേശു ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ യേശുവിൻ്റെ കല്ലറയിൽ യേശുവിനെ കാണുന്നില്ല എന്ന് മഗ്ദലന മറിയം അവരോട് പറയുമ്പോൾ ഇവർ രണ്ടും കൂടാണ് ഓടുന്നത്. പത്രോസ് യോഹന്നാനും കൂടെ ഓടുന്നത്. പത്രോസ് യോഹന്നാനേക്കാൾ അല്പം കൂടി പ്രായമുള്ള വ്യക്തിയാണ്. എന്തായാലും ഓടി അവരവിടെ എത്തുമ്പോൾ യോഹന്നാനാണ് മുമ്പിലെത്തുന്നത്. യോഹന്നാൻ മുമ്പിലെത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം കല്ലറയ്ക്ക് അകത്തേക്ക് കയറാതെ മാറി നിന്നിട്ട് പത്രോസിന് ആദ്യം കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓടി മുമ്പിൽ വന്നു, അതുകൊണ്ട് ഞാൻ കയറി കാണട്ടെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അറിയട്ടെ എന്നാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. പക്ഷേ യോഹന്നാൻ മാറി നിന്നു. യോഹന്നാൻ എന്ന് പറയുന്ന ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾ തന്നെയാണ്. വലിയ വാത്സല്യമാണ് യോഹന്നാനോടുള്ളത്. എന്നിട്ട് പോലും യോഹന്നാൻ മാറി നിന്നു. എനിക്ക് പത്രോസിനോളം യോഗ്യതയില്ല, കാരണം പത്രോസിനെയാണ് എല്ലാം ഏൽപ്പിച്ചേക്കുന്നത് എപ്പോഴും. അപ്പം നമ്മൾ സാധാരണ ഓർക്കുന്ന നമ്മളെക്കാൾ യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തിയിട്ട് കേമത്വം കാണിക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിക്കാറുണ്ട്. അത് ഒരിക്കലും കർത്താവിന് ഇഷ്ടമല്ല എന്ന് യോഹന്നാൻ അറിയാമായിരുന്നു. കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ കയറിയ അവരുടെ പ്രത്യേകത നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരുപാട് പേര് ഈ സംഭവങ്ങളിലൂടെ യോഗ്യതാ ലിസ്റ്റിൽ നിന്ന് പുറത്തായിപ്പോയി, കുറേ പേര് അകത്ത് കയറി. അപ്പോൾ ഈ സംഭവങ്ങളിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വലതുഭാഗത്തൊക്കെ ഉള്ള എത്രയായാലും പറഞ്ഞാൽ അവന് യോഗ്യതാ ലിസ്റ്റിൽ കയറി, ഇടത്ത് ഭാഗത്തവൻ അയോഗ്യനായിപ്പോയി. 10 കന്യകമാരെക്കുറിച്ച് പറയുന്നിടത്ത് 5 കന്യകമാർ കയറി, 5 പേര് അയോഗ്യരായിപ്പോയി. തള്ളിപ്പറഞ്ഞ പത്രോസ് യോഗ്യനാകുന്നുണ്ട്, പക്ഷേ യൂദ അയോഗ്യനായി. അതുപോലെ രാജാവായ ദാവീദ് യോഗ്യനാകുന്നുണ്ട്, ശൗല് അയോഗ്യനായിപ്പോയി. അതുപോലെ വിക്കനായ മോശ എന്ന് പറയുമ്പോൾ മോശയ്ക്കാണ് കരുതൽ അഹറോനേക്കാൾ കൂടുതൽ കേട്ടോ. അഹറോൻ പുരോഹിതനൊക്കെ ആണെങ്കിൽ അഹറോനേക്കാൾ കൂടുതൽ കരുതലും സ്നേഹവും മോശയ്ക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ വളരെ നാൾ കൊണ്ട് നമ്മൾക്ക് നേടിയ യോഗ്യത നമ്മുടെ കുറവുകൾ കൊണ്ട് അയോഗ്യതയായി മാറിപ്പോകാൻ ഇടയാകരുത്. കർത്താവ് ഒരുപാട് ക്ഷമിക്കുന്നവനാണ്.
അറിയുന്നവനാണ്, ഒരുപാട് കരുതുന്നവനാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം പ്രതിഫലം ഉണ്ട് നമുക്ക്. എങ്കിലും സങ്കീർത്തനങ്ങൾ 103:9-10 പറയുന്ന, അവൻ എല്ലായ്പ്പോഴും ഭത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല, അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുകയുമില്ല. എന്നാൽ കർത്താവ് നമ്മുടെ ജീവിത നിലവാരം വിലയിരുത്തും. വീണ്ടും വീണ്ടും പാപാവസ്ഥയിലേക്ക് പോയാൽ തീർച്ചയായിട്ടും നമ്മളെ തള്ളിക്കളയും, ഉറപ്പാണ്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. നമ്മുടെ മഹിമകൾ ചിന്തിച്ചും പറഞ്ഞും ഇരിക്കാതെ നമ്മുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലും തിന്മകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് ആ തെറ്റുകളൊന്ന് തിരുത്തുക. പരിശോധിക്കണം. ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ് കർത്താവ്. യോഗ്യതയില്ല എന്നതാണ് ശതാധിപൻ്റെ യോഗ്യത. യോഗ്യതയുണ്ട് എന്നുള്ള തീരുമാനമാണ് നമ്മുടെ അയോഗ്യത. അതുകൊണ്ട് കർത്താവിനെ നമ്മൾ മാറ്റപ്പെടേണ്ടവരാണെങ്കിൽ, തിരുത്തപ്പെടേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തുകയും മാറ്റുകയും ചെയ്യാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ് കർത്താവ്. നമ്മൾ മാറണം, മാറ്റപ്പെടണം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.